ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ അച്യുതൻ ആ സ്വർണം കൊണ്ടേ മിത്രയെ കാണിക്കുകയാണ്. അത് കാണുന്ന മിത്ര ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. താൻ കൊണ്ടേ പണയം വെക്കാൻ വെച്ച സ്വർണം എങ്ങനെ ചെറിയച്ഛൻ്റെ കയ്യിലെത്തി എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് കടന്നു വരിക. മോൾക്കിപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇനി എന്ത് വേണമെന്ന് മോള് തന്നെ തീരുമാനിച്ചോ എന്ന് മിത്രയോട് പറയണം കേട്ടോ. മിത്ര പേടിച്ച് വരച്ച് നിൽക്കുക. അപ്പോൾ സ്വർണവും അത് കണ്ടപ്പോഴുള്ള മിത്രയുടെ ഭാവമാറ്റവും എല്ലാം ആര് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത്? ഇത് ഞാൻ മിത്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ കൊടുത്ത സ്വർണ്ണമാണല്ലോ എന്നൊക്കെയുള്ള ചിന്ത ആരിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ എവിടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഗോമതി ഫോൺ വിളിക്കുകയാണ്. അപ്പം ബാലൻ വണ്ടി ഒതുക്കിയിട്ട് ഫോൺ എടുക്കുക. എന്താ ഗോമതി, നീ എന്താ ഈ സമയത്ത് ഒരു വിളി എന്ന് ചോദിക്കുക. ബാലേട്ട, ഇവിടെ ആകെ പ്രശ്നമാണ്. എന്താ ഗോമതി, കാര്യം പറ. അതെ, അച്ചുവേട്ടൻ ഇവിടെ വന്ന് ഭയങ്കര ബഹളവാ, എന്തൊക്കെയോ പറഞ്ഞ് ചീത്തയൊക്കെ പറയുന്നു. ബാലേട്ടനോട് വരാനാ പറയുന്നത് എന്ന് പറയാം. എന്തിന്? അല്ല, എന്താ പ്രശ്നം? അനുശ്രയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ആണോ? എനിക്കൊന്നും അറിയത്തില്ല ബാലേട്ട, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. ബാലേട്ടൻ വന്നിട്ടേ കാര്യം പറയത്തുള്ളൂ എന്നാ അയാൾ പറയുന്നത് എന്ന് ഗോമതി പറയണം. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാൻ എന്തായാലും ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്ന് ബാലൻ ഉറപ്പ് കൊടുക്കുക. ഇതേസമയം നമ്മുടെ മിത്രയും അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് മീനുവിനെ ഫോൺ വിളിക്കുകയാണ്. മീനു ഓഫീസിൽ ജോലിയിൽ വ്യാപൃതിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മിത്രയുടെ കോൾ വരുമ്പം പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക. എന്താ മിത്രേ, നീ ഇറങ്ങിയോ? ദാ ഞാനും ഇപ്പം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങാം, നീ ഓഫീസിലേക്ക് കയറി വരണ്ട, ഞാൻ താഴെ നിന്നെ വെയിറ്റ് ചെയ്യാം എന്ന് പറയാ. അതല്ല ചേച്ചി, എന്താടി, എന്താ പ്രശ്നം എന്ന് അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അത് ഇവിടെ ആകെ പ്രശ്നമാണ്. ഞാൻ പണയം വെക്കാൻ കൊണ്ടു കൊടുത്ത സ്വർണ്ണമൊക്കെ ഇപ്പോൾ അച്യുതൻ ചെറിയച്ഛൻ്റെ കയ്യിലിരിക്കുക. എന്താ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ ചെറിയച്ഛൻ്റെ കയ്യിൽ ആ സ്വർണം കിട്ടിയെന്നോ? എന്താ പറ്റിയത്? അതാകെ പ്രശ്നമാകുമല്ലോ മിത്രേ എന്ന് ചോദിക്കുക. ദേ, ചെറിയച്ഛൻ ഇപ്പം ഇവിടെ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി ഒന്ന് വാ ചേച്ചി, ചേച്ചി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എന്ന് പറയാം. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇത് ഞാൻ ഇപ്പം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങാം എന്ന് മീനു മിത്രയ്ക്ക് ഉറപ്പ് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മിത്ര നേരെ മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി ചെല്ലുക. അപ്പം മിത്രയുടെ മുഖത്തെ ഭാവമാറ്റം ആരിന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട്, അത് മിത്രയ്ക്ക് അറിയാമെന്ന് ആരിന് ബോധ്യമാവുകയാണ് കേട്ടോ. ഇതേ സമയം ഗോമതി ഫോണൊക്കെ വിളിച്ചതിന് ശേഷം പുറത്തേക്ക് വരിക. എന്താടി, നീ നിന്റെ കോലേട്ടനെ വിളിച്ചോ എന്ന് ചോദിക്കുക. ദേ, ഞാൻ ഒരു തവണ പറഞ്ഞു എൻ്റെ ബാലേട്ടനെ മോശമായിട്ടൊരു വാക്ക് പോലും പറയരുതെന്ന്. ഓ, ഒരു മാന്യൻ, അവനിങ്ങ് വരട്ടെ, അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാലേട്ടൻ വരും ഇപ്പം എന്ന് ഗോമതി അപ്പം അതിന് മറുപടി പറയാം. ഇതേ സമയം നമ്മുടെ ഇന്ദിരാമ്മയാണെങ്കിൽ അച്യുതനോട് ചോദിക്കും, എൻ്റെ പൊന്നച്യുത, നീ ഒന്ന് അടങ്ങ്, ബാലൻ വരട്ടെ, അവനോടല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുക. അമ്മേ, ഇത്രയും നല്ലൊരു സുവർണാവസരം കിട്ടിയിട്ട് വെറുതെ വിടാൻ ഈ അച്യുതനൊരു മണ്ടനല്ല എന്ന് പറയാൻ കേട്ടോ. അതേസമയം നമ്മുടെ അനന്തൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയിരിക്കുന്നത്. മിത്രയ്ക്ക് സ്വർണം കൊടുത്തുവിട്ട പോലീസുകാരന് അനന്തനെ പരിചയമുണ്ട്. അതുകൊണ്ട് വിളിച്ചൊന്ന് സംസാരിക്കുകയാണ്. സാർ, സ്വർണം മുഴുവനും ഞാൻ കുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ല, സാറല്ലല്ലോ പരാതി തന്നത്, പരാതികളിലെല്ലാം ആ കുട്ടിയുടെ പേരാ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കിട്ടിയ സ്വർണം കൊടുത്തയച്ചത്. ആ കുട്ടിയുടെ ഭർത്താവ് ഒരു മിസ്റ്റർ ആര്യൻ, വളരെ മാന്യനാണ് കേട്ടോ. ആ സ്വർണം മിത്രയുടെ അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ടതാ, അവരുടെ ഏൽപ്പിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ സാറിൻ്റെ കയ്യിൽ തരാനുള്ള വകുപ്പുകളില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തത് എന്ന് പറയാം. എന്തായാലും നല്ലൊരു മരുമകനാ സാറിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയണം. അതൊന്നും ഒരു കുഴപ്പമില്ലടോ, എന്തായാലും അവർക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാണ്, അത് അവളുടെ കയ്യിൽ കൊടുത്തതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയാം. അല്ല, സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടായെങ്കിലോ എന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനൊന്ന് വിളിച്ച് കാര്യം പറഞ്ഞത് എന്ന് പറയാം. എനിക്കൊരു പരാതിയില്ല എന്ന് പറയാണ്. സാറ് ഏതെങ്കിലും ഒരു പരാതി സാറിൻ്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു, അത് തന്നെ താൻ പറയണ്ടോ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് അപ്പം പറയാൻ കേട്ടോ. ഇതേ സമയം ഗോമതി പുറത്ത് ചെന്നിട്ട് അച്യുതനോട് പറയും, ബാലേട്ടൻ ഇപ്പം വരും, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഒന്ന് പറ, വരട്ടെ, അവനിങ്ങ് വരട്ടെ. ഇത്രയും നാളും എല്ലാവരെയും പറ്റിച്ച് നടന്നവനല്ലേ, ഇന്ന് എല്ലാവരുടെയും മുന്നിൽ അവൻ്റെ മുഖം മൂടി അഴിച്ച് വലിച്ചെറിയും ഞാൻ. ദേ അച്ചുവേട്ട, എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് ഗോമതി പറയാം. പരിധിയോ? പരിധി കടന്നത് നീയും നിന്റെ ദേവമംഗലത്തുകാരുവാ എന്ന് പറയാം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് ഗോമതി പറയണം. സൂക്ഷിച്ച് തന്നെ പറയുന്നേ, ഇനി സൂക്ഷിക്കേണ്ടതേ നിങ്ങളാ എന്ന് അപ്പം വീണ്ടും പറയാം.
അപ്പം ആര്യനാണെങ്കിൽ ആകെ ഭയപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആരിനും കാര്യം വ്യക്തമാകുന്നില്ല. ഇതേ സമയം ഒരു ഓട്ടോ ദേവമംഗലത്തേക്ക് വരികയാണേ. അപ്പം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോവുക. അത് മറ്റാരുമല്ല, നമ്മുടെ മീനു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നതാണ്. അപ്പം എല്ലാവരും അവിടെ നിൽക്കുന്ന കാണുന്ന മീനു ആണെങ്കിൽ അച്യുതനെ തന്നെ സൂക്ഷിച്ചു നോക്കുക. അച്യുതൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും മീനു ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അച്യുതൻ പറയും, ഓ ദേവമംഗലത്തെ വാലും തലയും ഒക്കെ വന്നല്ലോ, വരേണ്ട ആളെ മാത്രം കാണുന്നില്ലല്ലോ. എന്തായാലും ഈ പീക്കിരികളോടൊന്നും പറയേണ്ട കാര്യമല്ല എനിക്ക് പറയാനുള്ളത് എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മീനു മിത്രയുടെ അടുത്തേക്ക് ചെല്ലാം. ദേ, നീ പണയം വെക്കാൻ കൊടുത്ത സ്വർണ്ണമാണോ അയാളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുക. അതെ ചേച്ചി, ചെറിയച്ഛൻ എന്നെ ആ സ്വർണം കാണിച്ചു. നീ പണയം വെക്കാൻ കൊടുത്ത സ്വർണം എങ്ങനെയാ അയാളുടെ കയ്യിൽ വന്നത്? എനിക്കറിയില്ല ചേച്ചി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചെറിയച്ഛൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ പാർട്ട്ണറാകാൻ പോകുന്ന കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ കമ്പനിയാണോ ഇതെന്ന്? ഞാൻ പണയം വെക്കാൻ പോയത് അതേ കമ്പനിയിലാണോ ചേച്ചി? എനിക്കാണോ അബദ്ധം സംഭവിച്ചത്? എൻ്റെ പൊന്നു മോളെ, നീ എന്തൊരു മണ്ടത്തരമായി കാണിച്ചത്? നീ ഇത്ര മണ്ടിയായി പോയല്ലോ. സാധാരണ പണയം വെച്ച സ്വർണത്തിൻ്റെ പണം വൈകിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ അത് മനസ്സിലാക്കണമായിരുന്നു. ഇതിലെന്തോ ചതിയുണ്ടെന്ന്. അങ്ങനെ ആരും പറയുന്നതല്ല എന്ന് ഞാനും പറഞ്ഞതല്ലേ. ഞാനും നിൻ്റെ കൂടെ വരേണ്ടതായിരുന്നു. നിന്നെ തനിച്ചു വിറ്റതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയാം. മീനു ചേച്ചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. മിത്രേ, കൈവിട്ടു പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമായി തീരും. അത് കാണുന്ന അച്യുതൻ ചോദിക്കും, എന്താ അവിടെ ഒരു രഹസ്യം പറിച്ചില്ല എന്ന് ചോദിക്കാം. കള്ളവ് എങ്ങനെ മറയ്ക്കാം എന്നുള്ള പ്ലാൻ തയ്യാറാക്കുവാനോ രണ്ടുപേരൂടെ നിന്ന് എന്ന് ചോദിക്കാം. ഒരു പ്ലാനും തയ്യാറാക്കിയിട്ട് കാര്യമില്ല, ഒരു പദ്ധതി നടപ്പാക്കാൻ പോകുന്നില്ല. തെളിവോടുകൂടിയാണ് കള്ളത്തരം പിടിച്ചത്. ഇനി ഒരു രക്ഷയില്ല എന്ന് അച്യുതൻ വലിയ കാര്യത്തിൽ പറയാണ് കേട്ടോ. അച്ചുവേട്ടാ, കുറേ നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട്. മനുഷ്യനെ മെനക്കെടുത്താതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. ഇവിടെ നിൽക്കുന്നവരൊക്കെ എന്താ പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് ഗോമതി അപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ, അവൻ വരട്ടെ, നിന്റെ വീരശൂര പരാക്രമിയായ ബാലേട്ടൻ. അവനോട് സംസാരിക്കേണ്ടതേ ഞാൻ അവനോടേ സംസാരിക്കുള്ളൂ, അല്ലാതെ അവൻ്റെ വാലാട്ടിപ്പട്ടികളോട് സംസാരിക്കേണ്ട കാര്യമൊന്നും ഈ അച്യുതനില്ല എന്ന് പറയാ. ദേ അച്ചുവേട്ടാ, കുറേ നേരമായി ഈ വീട്ടിലുള്ളവരെ അടിച്ചമർത്തിയുള്ള നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ട് നിൽക്കുന്നുണ്ടെന്ന് കരുതി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് ഗോമതി വീണ്ടും പറയാണ്. പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് കടന്നു വരികയാണ് കേട്ടോ. എന്താ ഗോമതി, എന്താ പ്രശ്നം എന്ന് ബാലൻ ഗോമതിയുടെ അടുത്ത് എന്ന് ചോദിക്കാം. എനിക്കറിയില്ല എൻ്റെ ബാലേട്ടാ, കുറേ നേരമായി ഇവിടെ കൊടുന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ഗോമതി പറയാം. അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ദേ, ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്നോട് ചോദിക്കുക. എന്നോടല്ലേ ചോദിക്കേണ്ടത്, ഞാനല്ലേ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നേ എന്ന് ബാലൻ അപ്പം ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബാലേട്ടാ. ബാലേട്ടൻ എന്തോ കള്ളത്തരം കാണിച്ചു എന്നൊക്കെയാ പറയുന്നേ. എന്താണെന്ന് ചോദിച്ചപ്പം ബാലേട്ടൻ വന്നിട്ടേ പറയത്തുള്ളൂ എന്ന വാശി. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്തേ അച്യുത, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ചുവേ ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ബഹളം വെക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്യുത മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഒരു ബൈക്ക് അങ്ങോട്ട് വരിക. ആ ബൈക്കിൽ മറ്റാരുമല്ല, നമ്മുടെ ആനന്ദും ആകാശും അങ്ങോട്ട് വരുന്നതേ. ഓരോരുത്തരായിട്ട് വരുന്ന കാണുമ്പം ഗോമതിക്ക് ആകെ സങ്കടം വരിക. പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആനന്ദാണെങ്കിൽ ആകാശിനോട് ചോദിക്കും, ഇതെന്താ ഇവിടെ ഒരു ബഹളം എന്നുള്ള രീതിയിൽ. വാ നോക്കാം എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പം മീനു പറയും, ആകാശം വന്നല്ലോ, ഈശ്വര, ഇത് കൈവിട്ടു പോകുന്നതാ തോന്നുന്നേ എന്ന് മീനു പറയാണ്. അപ്പം ഇത്രയ്ക്കാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചാ നിൽക്കുന്നത്. പെട്ടെന്ന് ആകാശും ആനന്ദും കൂടി ബാലൻ്റെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ അച്ഛാ, അമ്മേ, എന്താ പ്രശ്നം? മീനു പെട്ടെന്ന് വിളിച്ചു വരാൻ പറഞ്ഞല്ലോ, എന്താ ഉണ്ടായത്? കാര്യമായിട്ട് പറഞ്ഞുമില്ല. എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ഇവനറിയാൻ പ്രശ്നം എന്താണെന്നൊട്ട് പറയുന്നുമില്ല എന്ന് അച്യുതനെ ചൂണ്ടിക്കൊണ്ട് ബാലൻ അപ്പോൾ പറയാൻ കേട്ടോ. ആഹാ, എല്ലാവരും ഇവിടെ എത്തിയല്ലോ, ഏതായാലും നന്നായി. എല്ലാവരും വേണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത്. ഈ സമയത്ത് അനന്തേട്ടനും കൂടി ഇവിടെ വേണമായിരുന്നു. സാരമില്ല എന്ന് പറയാം. അപ്പം ആകാശ് ചോദിക്കുക, മീനു എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കാം. അങ്ങനെ ദേവമംഗലത്തെ കോളം തികഞ്ഞല്ലോ എന്ന് പറയാം. ഇനി ഒരാൾ മാത്രം ബാക്കി, അവൻ എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അച്യുതൻ. അപ്പം ആര് എന്നുള്ള രീതി നിൽക്കാം. നീ എന്താണ് മോനെ അവിടെ നിൽക്കുന്നേ? അലോകിനെ ചൂണ്ടിക്കൊണ്ട് പറയാം. ഇങ്ങോട്ട് വാ, അച്യുതൻ ദേവമംഗലത്തുകാരെ പൊളിച്ചടക്കുന്നത് നീ ഇവിടെ നിന്ന് കാണണം എന്ന് അലോകിനോട് പറയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ ഇപ്പോഴും ദേവമംഗലത്ത് എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ഇതേ സമയം അനുശ്രീ ആകെ ടെൻഷൻ
ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ദേ അച്യുത, കുറെ നേരമായി നീ തുടങ്ങിയിട്ട് ആൾക്കാരെ മണ്ടന്മാരാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ടോ എന്ന് വീണ്ടും ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. ആ പറയാം പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചിരിക്കാം. മീനു എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്ന് ആകാശ് ചോദിക്കാം. അതെ, നീ വിളിച്ചു വരുത്തിയത് ഇയാളുടെ പട്ടിഷോ കാണിക്കാനാണോ? എനിക്ക് അവിടെ തിരക്കുണ്ടായിരുന്നു മീനു എന്ന് പറയാണ്. പട്ടിഷോയോ എന്ന് അപ്പം അച്യുതൻ ദേഷ്യത്തിൽ ചോദിക്കാം. എടാ, നിങ്ങളൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ എന്തറിഞ്ഞു എന്നാ താനീ കിടന്ന് വിളിച്ചു കൂവുന്നേ? അപ്പം ബാലൻ പറയും, ആകാശേ നീ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാം. എടോ, താൻ എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. മനുഷ്യനെ ചുമ്മാ ബുദ്ധിമുട്ടിക്കാതെ. കടയിൽ 100 കൂട്ടം ജോലിയുണ്ട്. പിന്നെ ഒരു കട, സൂപ്പർ മാർക്കറ്റ് അല്ലേ, അവിടെ ജനങ്ങൾ ക്യൂവിൽ നിൽക്കുവാണല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് ഗോമതി പറയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വാ തുറന്ന് പറ, അല്ലാതെ മനുഷ്യനെ വെറുതെ മെനക്കെടുത്തരുത് എന്ന് വീണ്ടും പറയാണ് കേട്ടോ. അപ്പം ധർമ്മനും ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നോക്കി നിൽക്കുക. എടോ ബാല, താൻ ഗോമതി സ്റ്റോർ അങ്ങ് അടച്ചു പൂട്ട്, അതായിരിക്കും ഇതിലും നല്ലത്. എന്നിട്ട് നല്ലൊരു നാടക കമ്പനി അങ്ങ് തുടങ്ങ്, താൻ രക്ഷപ്പെടും. അത്ര അഭിനയ കുലപതിയല്ലേ എൻ്റെ മുന്നിൽ നിന്ന് ഈ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നില്ലേ? സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി വരുമാനം തനിക്ക് നാടക കമ്പനിയിൽ നിന്ന് കിട്ടും. ഹോ, അമ്മാതിരി അഭിനയമല്ലേ താൻ എൻ്റെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം കാര്യം മനസ്സിലാകാതെ ബാലൻ വീണ്ടും ഗോമതിയെ നോക്കുക. സമയം ബാലനും ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. അപ്പം ബാലന് മുന്നിൽ വന്ന് നിന്നിരുന്ന ആനന്ദനെ കൈകൊണ്ട് മാറ്റിയിട്ട് പറയും, അച്യുത, മുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് തോന്നിവാസം പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. നിനക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കുക. പിന്നെന്താ, ചോദിക്കാലോ. പിന്നെ താൻ ഉത്തരം പറഞ്ഞേക്കണം എന്ന് പറയാ. എന്താണെന്ന് വെച്ചാൽ താൻ ചോദിക്കടോ എന്ന് അപ്പം ബാലൻ വീണ്ടും പറയാണ് കേട്ടോ. മിത്രയുടെ കല്യാണത്തിന് വെച്ച സ്വർണം അതെങ്ങോട്ട് പോയി എന്ന് ബാലനോട് അച്യുതൻ ചോദിക്കുകയാണ് കേട്ടോ. മിത്രയാണെങ്കിൽ പേടിച്ച് വരച്ച് മീനുവിൻ്റെ കൈ പിടിക്കാൻ കേട്ടോ. മീനും തൻ്റെ കയ്യിൽ നിൽക്കുന്ന പ്രശ്നമല്ല, എന്ത് ചെയ്യുമെന്ന് പേടിച്ച് വരച്ച് മിത്രയെ നോക്കുവാണ്. ആദ്യം താൻ കുറേ കള്ളങ്ങളും കഥകളും പറഞ്ഞു. അവസാനം എന്താ പറഞ്ഞത്? ഇവൻ്റെ ഈ നിൽക്കുന്ന ആര്യൻ്റെ ഏതോ ഫ്രണ്ട് അടിച്ചുകൊണ്ട് പോയെന്ന് വരെ താൻ പറഞ്ഞുണ്ടാക്കി ഇല്ലേ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലനാണെങ്കിലോ ഒന്നും അറിയാത്ത പോലെ നോക്കുക. ആ സ്വർണം തിരിച്ചു കിട്ടുന്ന അന്ന് ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയൂന്ന്, അങ്ങനൊക്കെ താനൊന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോൾ അത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാം. എന്താ, മറന്നു പോയോ? ആ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. ആ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അത് തൻ്റെ മുഖത്ത് വലിച്ചെറിയണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറയാം. അപ്പോഴത്തേക്കും അവിടെ നിന്ന് അച്യുതൻ ചിരിക്കുക. ബാലാ, നീ കള്ളനാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ നീ ഇത്രയും വലിയൊരു കള്ളനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹോ, ഇത്രയും വലിയൊരു ഭൂലോക റൗഡിയും അതുപോലെ ഫ്രോഡും നീയാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത് എന്ന് പറയാണ് കേട്ടോ. സ്വർണം തിരിച്ചു കിട്ടിയാൽ ഞങ്ങളുടെ മുഖത്തേക്ക് നീ വലിച്ചെറിയുമല്ലേ, എന്നിട്ട് എന്തേ, തനിക്ക് നാണമില്ലേടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലനാണെങ്കിൽ ഗോമതിയുടെ മുന്നിലേക്ക് കയറി നിൽക്കാം. ഗോമതി, നിന്റെ ചേട്ടൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ബാലേട്ട, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കറിയത്തുമില്ല. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്താ അഭിനയം ഭാര്യയുടെയും ഭർത്താവിൻ്റെ. ശരി, ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അച്യുതനാണെങ്കിൽ ആ സ്വർണത്തിലേക്ക് നോട്ടം പായിക്കുവാണ് കേട്ടോ. പക്ഷേ ആരിനും ഏകദേശം ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇതെന്താണെന്നറിയാതെ നോക്കി നിൽക്കുക. പെട്ടെന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ബാലൻ്റെ മുന്നിലേക്ക് നീട്ടുകയാണ് അച്യുതൻ. ദാ കണ്ടല്ലോ, ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും ബാലൻ ഒന്നും മനസ്സിലാകാതെ നിൽക്കുക. നന്ദിനി എടുത്തി, ഇത് ആരുടെ സ്വർണ്ണമാ എന്ന് ചോദിക്കുക. ഇത് മിത്രയുടെ സ്വർണ്ണമാ എന്ന് പറയാൻ കേട്ടോ മറുപടി. അത് കേൾക്കുമ്പോഴത്തേക്കും കോമതിയും ബാലനും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. മിത്രയും മീനും ആകെ പേടിച്ച് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. താൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. മിത്രയുടെ കല്യാണത്തിന് വേണ്ടി ചേർത്ത് വെച്ചിരുന്ന സ്വർണ്ണമാ ഇതെല്ലാം. എടോ ബാല, ഇപ്പം തനിക്ക് മനസ്സിലായോടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പോഴെങ്കിലും തനിക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഒരു പൊട്ടനെ പോലെ ഇപ്പോഴും എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ തനിക്ക് തോന്നിയടോ? താൻ പറഞ്ഞല്ലോ ഇവൻ്റെ ഫ്രണ്ട് സ്വർണം മുഴുവനും മോഷ്ടിച്ചോണ്ട് പോയെന്ന്. അങ്ങനെ മോഷ്ടിച്ചോണ്ട് പോയ സ്വർണ്ണമാ ഇത് എന്ന് പറയാം. അപ്പം ആര്യനെ ബാലൻ നോക്കുവാണ് കേട്ടോ. മീനു പേടിച്ച് വിറച്ച് മിത്രയെ പിടിച്ചിരിക്കുക. മിത്രയാണെങ്കിൽ തല കുനിച്ച് നിൽക്കുക. ഇതെങ്ങനെ നിങ്ങളുടെ കൈ കിട്ടി എന്ന് ആനന്ദ് അപ്പം ചോദിക്കുക. അതല്ലേ തമാശ എന്ന്
അപ്പോൾ ചോദിക്കുക, ഞങ്ങളുടെ വീട്ടിലെ സ്വർണം ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് കമ്പനിയിൽ തന്നെ പണയം വെക്കാൻ തീരുമാനിച്ചാൽ പിന്നെ തൻ്റെ ധൈര്യമില്ലേ, അത് സമ്മതിച്ച് തരണം എന്ന് പറയാം. അപ്പം ബാലനാണ് എന്താ ഇതെന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. തൻ്റെ ഫിനാൻസ് കമ്പനി പണയം വെക്കാൻ വന്നെന്നോ, ഈ സ്വർണം പണയം വെക്കാൻ നോക്കിയെന്നോ എന്ന് ഗോമതിയും അപ്പം ചോദിക്കുകയാണ് കേട്ടോ. അതെ, എന്താ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പറയുന്നേ? മോഷ്ടിച്ച സ്വർണം ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പണയം വെക്കാൻ നോക്കി, അത്ര തന്നെ. പക്ഷേ വിധി നോക്ക്, ആ സ്വർണം എത്തിപ്പെട്ടതോ എൻ്റെ കയ്യിൽ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഗോമതിയും ബാലനും. അപ്പം ആകാശ് ചോദിക്കും, സ്വർണം നിങ്ങളുടെ ഫിനാൻസ് കമ്പനിയിൽ ആരെ പണയം വെക്കാൻ കൊണ്ടുവന്നേ എന്ന് ആകാശ് ഇപ്പം ചോദിക്കുകയാണ്. അയ്യോ, ഒന്നും അറിയാത്ത പോലെ അവൻ്റെ ഒരു ചോദ്യം കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ചിരിക്കുക. ആര്യ, ഈ ഗോൾഡ് മോഷ്ടിച്ചുകൊണ്ട് പോയത് നിന്റെ ഫ്രണ്ടല്ലേ? അവന് ഇത് പണയം വെക്കാൻ ഇവരുടെ ഫിനാൻസ് ചെന്നോ എന്ന് ആര്യനോട് ചോദിക്കുകയാണ്. ആര്യനും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ശ്രദ്ധ ആര്യൻ്റെ മുഖത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്താണ് ഇവിടെ നടക്കുന്നത്? ആ ഫ്രോഡ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന അച്യുതനാണെ കൊലച്ചിരി അവിടെ നിന്ന് ചിരിയാ. എന്തൊരു മനോഹരമായ അഭിനയം! നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ പറ്റുന്നു? ഞങ്ങൾ എന്തിനു നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കണമെന്ന് ആനന്ദം ചോദിക്കാം. ആര്യൻ്റെ ഫ്രണ്ടാണ് സ്വർണം കട്ടുകൊണ്ട് പോയത്. അവൻ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? മിത്രയുടെ സ്വർണം ഏതോ ഒരുത്തൻ കട്ടോണ്ട് പോയി എന്നുള്ള കള്ളക്കഥ അവിടെ നിൽക്കട്ടെ എന്ന് പറയാം. കള്ളക്കഥയോ? അതാണ് സത്യം എന്ന് ബാലനപ്പം മറുപടി പറയാണ് കേട്ടോ. എന്നിട്ട് മോളെ മിത്ര എന്ന് പറഞ്ഞ് വിളിക്കുക. സ്വർണം കാണാതെ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ബാലൻ ചോദിക്കുക. അപ്പം മിത്ര ഒന്നും പറയാതെ നിൽക്കുക. കൃഷ്ണമംഗലത്തുകാരെ മുഴുവനും പറ്റിച്ചതും പോരാഞ്ഞ് പോലീസിനെയും പറ്റിച്ചു എന്ന് പറയാം. എടോ, ഞങ്ങൾക്കാരെയും പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്വാനിച്ച ഞാൻ എൻ്റെ കുടുംബം ജീവിക്കുന്നത് എന്ന് ബാലൻ പറയാം. താൻ അധ്വാനിച്ച് ജീവിക്കേണ്ട കഥയൊന്നും പറയണ്ട എന്ന് അച്യുതൻ അപ്പോൾ പറയാണ് കേട്ടോ. എടോ, താൻ എന്താ വിചാരിച്ചത്? മോഷ്ടിച്ച സ്വർണം അതിൻ്റെ യഥാർത്ഥ ഉടമയെ കൊണ്ട് തന്നെ പണയം വെപ്പിച്ച പ്രശ്നം വരില്ലെന്ന് താൻ കരുതിയോ എന്ന് ചോദിക്കാം. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത് എന്ന് ബാലൻ വീണ്ടും ചോദിക്കാം. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഈ സ്വർണം ഏത് ഫിനാൻസ് കമ്പനി കൊണ്ട് പണയം വെക്കണമെന്ന് മാത്രം തെറ്റുപറ്റിപ്പോയി. അല്ല, എൻ്റെ ഫിനാൻസ് കമ്പനി തന്നെ കൊണ്ടുപോയി പണയം വെക്കാൻ മാത്രം ഗോമതി സ്റ്റോർ ബാലൻ ഒരു മണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയാം. അപ്പം ആര്യനിപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു കേട്ടോ. മിത്ര തന്നെയാണ് ആ സ്വർണം പണയം വെച്ചതെന്ന് മനസ്സിലാകുക. ആര്യനാണ് മിത്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. എൻ്റെ വീട്ടിലെ സ്വർണം എൻ്റെ ഫിനാൻസ് കമ്പനിയെ തന്നെ കൊണ്ടുവന്ന് പണയം വെച്ചു. ഒരു ബുദ്ധി! അല്ല, ഞാൻ ആ കമ്പനിയിലെ പാർട്ട്ണറാകാൻ പോണ കാര്യം താൻ അറിഞ്ഞിരുന്നില്ലല്ലേ എന്ന് ചോദിക്കാം. ഇയാൾ എന്താ ഗോമതി ഈ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് എന്താ ഭ്രാന്താണോ എന്ന് ഗോമതിയോട് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാം. മിത്രേ, നിന്റെ കൊച്ചച്ഛൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാം. അയ്യോ, എൻ്റെ ഗോമതി, മോക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് അച്യുതൻ വീണ്ടും ചോദിക്കാം. നിന്റെ വീട്ടിലെ എല്ലാവരും വലിയ പുണ്യാളന്മാരാണല്ലോ. മിത്രേ, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നിന്നോട് ചോദിച്ചത് നീ കേട്ടില്ലേ? നീ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ സ്വർണത്തെപ്പറ്റി നിന്റെ കൊച്ചച്ഛൻ വിളിച്ചു പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കാം. അപ്പം മിത്രയാണ് തല കുനിച്ച് നിൽക്കുക. മിത്രേ, നിന്നെ 22 വയസ്സുവരെ വളർത്തിയത് ഞങ്ങളാ. അക്കാര്യം നീ മറന്നു പോകരുത്. നല്ല സംസ്കാരം തന്നാ നിന്നെ വളർത്തിയത്. അന്നൊന്നും നിനക്ക് കള്ളത്തരവില്ലായിരുന്നു എന്ന് അച്യുതൻ മിത്രയോടും പറയാം. എന്നാണോ ഈ കുടുംബത്തിലേക്ക് നീ കയറി ചെന്നത്, അന്നു മുതൽ അവരുടെ കള്ളത്തരം നിനക്കും പകർന്നു. ഇപ്പൊ കള്ളത്തരവും വഞ്ചനയും ഒക്കെ നിനക്ക് നന്നായിട്ട് അറിയാം, വൃത്തിയായിട്ടും എന്ന് പറയാൻ കേട്ടോ. ഇയാൾ എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത് എന്ന് ആകാശ് പറയാം. മിത്രേ, മോളെ, ഈ കൃഷ്ണമംഗലം അത് നിന്റെ വീടാ. ഇവിടുന്ന് സ്വർണം മോഷ്ടിച്ചോണ്ട് പോകാൻ നിനക്കൊരു മനസാക്ഷി കുത്തും ഉണ്ടായില്ലേ? ഇത്രയ്ക്ക് നീ അധപ്പതിച്ചു പോയോ? എൻ്റെ ഏട്ടനും ഏടത്തെയും നിന്നെ എത്ര മാന്യമായിട്ടാണ് വളർത്തിയത്. അച്യുതാ, വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന് ബാലൻ അപ്പം പറയേ. മിണ്ടിപ്പോവരുത് താൻ, ഒരു ഗോമതി സ്റ്റോർ ബാലൻ. എടോ തനിക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനുള്ള യാതൊരു അർഹതയില്ല. മിണ്ടാതെ അവിടെങ്ങാനും നിന്നോ, നാണം കെട്ട വർഗം എന്ന് പറയാം. അപ്പം മിത്രയാണ് മുന്നിലോട്ട് ഇറങ്ങി നിൽക്കുക. ചെറിയച്ചാ മതി എന്ന് പറയാം. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചു, അതെൻ്റെ മാന്യത. എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു നിന്നു. പക്ഷേ ഇവിടെ ഉള്ളവരെ പറ്റി പറയാൻ ചെറിയച്ഛന് ഒരർഹതയില്ല. അങ്കിളിനെയോ അപ്പച്ചിയോ ഈ കുടുംബത്തിലുള്ള ആരെ പറ്റി ഒരു വാക്ക് പോലും പറയാൻ എന്തർഹതയാ ചെറിയച്ഛനുള്ളത് എന്ന് ചോദിക്കുക. നാണം കെടുത്തുന്ന പോലെ ഇനി ഒരു അക്ഷരം പോലും പറയാൻ പാടില്ല എന്ന് മിത്ര പറയാം. നിന്റെ സ്വർണം നിന്നെ കൊണ്ട് പണയം വെപ്പിക്കാൻ നോക്കിയവരാ ഇവര് എന്ന് അച്യുതൻ വിളിച്ചു പറയാൻ കേട്ടോ. അവരെയാണോടെ നീ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ചെറിയച്ഛ, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്ന് മിത്ര പറയാം. സ്വർണം പണയം വെക്കാൻ തീരുമാനിച്ചത് ഞാനാ, എൻ്റെ മാത്രം തീരുമാനം അത്. അപ്പൊ ഗോമതി ചോദിക്കും, മിത്രേ, നീ എന്താ ഈ പറഞ്ഞത് എന്ന് ചോദിക്കാം.
അപ്പം മിത്രയാണെങ്കിൽ എന്ത് മറുപടി ഗോമതിയോട് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും അന്തം വിട്ട് മിത്രയെ നോക്കുക. എൻ്റെ തീരുമാനം ഇവിടെയുള്ള ആരും അറിഞ്ഞിട്ട് പോലുമില്ല. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുക. ചെറിയച്ഛൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം എന്ന് മിത്ര വിളിച്ചു പറയണം കേട്ടോ. ആര്യനകത്ത് തകർന്ന് നിൽക്കുക. മിത്രേ, നീ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുക. അപ്പച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, നീ എന്താ ഈ പറയുന്നതെന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. സ്വർണം പണയം വെക്കാനുള്ള തീരുമാനം ഞാൻ സ്വന്തമായിട്ട് എടുത്തതാ. ഇതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല എന്ന് മിത്ര വീണ്ടും വിളിച്ചു പറയാം. ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത കാര്യം ഈ വീട്ടിൽ ആർക്കും അറിയത്തുമില്ല. ഹോ, എന്തൊരു നിഷ്കളങ്കരായിട്ടുള്ള കുടുംബം എന്ന് അച്യുതൻ പറയാം. അപ്പം രാജശ്രീ ചോദിക്കും, ശരി, നീ സ്വർണം പണയം വെക്കാൻ പോയ കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ കളവ് പോയ സ്വർണം നിന്റെ കയ്യിൽ എങ്ങനെ തിരിച്ചു കിട്ടി എന്ന് രാജശ്രീ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആര്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തല കുനിച്ച് നിൽക്കുക. അതാണ് കറക്റ്റ് പോയിന്റ് എന്ന് അച്യുതൻ പറയാം. ഈ സ്വർണം നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടി എന്ന് വീണ്ടും അച്യുതൻ ചോദിക്കാം. മിത്രേ, ഈ സ്വർണം നിന്റെ കയ്യിൽ കിട്ടിയോ? കളവ് കിട്ടിയ പോയ സ്വർണം തിരിച്ചു കിട്ടിയായിരുന്നോ നിനക്ക്? നീ എന്താ വീട്ടിൽ ഇത് ആരോടും പറയാതിരുന്നത് എന്ന് ഗോമതി ചോദിക്കാം. കളവ് പോയ സ്വർണത്തിൽ പകുതി പോലീസുകാർ തിരിച്ചു തന്നു എന്ന് മിത്രയപ്പോൾ പറയാം. പോലീസുകാർ പകുതി സ്വർണം തിരിച്ചു തന്നോ എന്ന് ബാലനപ്പം ചോദിക്കുക. എന്നിട്ട് ഞങ്ങളോട് മോളത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിത്രയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എന്താ ഉണ്ടായത്? ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ എന്താ അറിയിക്കാത്തതെന്ന് ഗോമതി വീണ്ടും ചോദിക്കാം. ഓ, അതിനും ഒരു കഥ ഉണ്ടാകും എന്ന് അപ്പം അച്യുതൻ പറയാം. സ്വർണം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇവളിപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അച്യുതൻ വീണ്ടും പറയാൻ കേട്ടോ. എന്നിട്ടത് കാണാതെ പോയെന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു. പോലീസുകാരെ മുഴുവനും മണ്ടന്മാരാക്കി. ഇതല്ലേ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാം. കുറച്ചു കാലം കഴിഞ്ഞ് കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയെന്ന് തോന്നിയപ്പം ഇദ്ദേഹം സ്വർണം പണയം വെക്കാനായിട്ട് ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് ബാലനെ ചൂണ്ടിക്കൊണ്ട് പറയാം. അങ്ങനല്ല ചെറിയച്ഛ, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു നോക്ക്, സത്യം എന്താണെന്ന് അപ്പം മനസ്സിലാകും എന്ന് മിത്ര പറയാണ് കേട്ടോ. ഓ, പിന്നെ നിന്റെയൊക്കെ കള്ളം തെളിയിക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോലെ എന്ന് ചോദിക്കാം. പകുതി സ്വർണം തിരിച്ചു കിട്ടിയ കാര്യം സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് മിത്ര വീണ്ടും പറയാം. ഞാനും ആര്യനും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാ ആ സ്വർണം തിരികെ മേടിച്ചുകൊണ്ട് വന്നത് എന്ന് വീണ്ടും പറയാൻ കേട്ടോ. അപ്പം ആര്യനും തല കുനിച്ച് നിൽക്കുക. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഇല്ലായിരുന്നു ആര്യ എന്ന് ഗോമതി അപ്പം ആര്യനെ വിളിക്കുക. അപ്പം ബാലന് ചോദിക്കും, നിനക്കെങ്കിലും ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നില്ലേടാ എന്ന് ആര്യനോട് ബാലനും ചോദിക്കാൻ കേട്ടോ. ആര്യനാണ് എന്തോ പറയണമെന്നറിയാതെ നിൽക്കുക. സ്വർണം പണയം വെക്കാൻ നിന്റെ കയ്യിൽ തന്നു വിട്ടത് ആര്യനാണോ എന്ന് ബാലൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മിത്രയാണ് എന്തോ മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. എല്ലാവരുടെ ശ്രദ്ധ ആര്യനിലേക്കും മിത്രയിലേക്കും പോവാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ ഗോമതിയാണ് തല പെരുത്താണ് കേട്ടോ നിൽക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് ബൈ.